മുട്ടത്ത് വർക്കിയുടെ നോവലുകൾ പല ഹിറ്റ് സിനിമകൾക്കും കാരണമായിട്ടുണ്ട്. പച്ചനോട്ടുകൾ, മയിലാടുംകുന്ന്, പാടാത്ത പൈങ്കിളി എന്നിവ അതിൽ ചിലത് മാത്രം. 1971 പുറത്തിറങ്ങിയ ലോറ നീയയുടെ എന്ന ചിത്രം സംവിധാനം ചെയ്തത് TR രഘുനാഥായിരുന്നു. ഇതിലെ ഗാനങ്ങൾ കൈകാര്യം ചെയ്തത് വയലാർ ബാബുരാജ് ടീമായിരുന്നു. മനോഹരമായൊരു ഗാനമുണ്ട് ഈ ചിത്രത്തിൽ. കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്. AM രാജയും വസന്തയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. B വസന്ത മലയാളികൾക്ക് വളരെ സുപരിചിതയായത് യുഗ്മഗാനങ്ങളിലൂടെയാണ്. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, യവനസുന്ദരി സ്വീകരിക്കുകയും, നദികളിൽ സുന്ദരി യമുന തുടങ്ങിയവ ചിലത് മാത്രം. AM രാജയുടെ വളരെ റൊമാൻറ്റിക്കായ ആലാപന ശൈലിയാണ് ഈ കിഴക്കേ മലയിലെ എന്ന ഗാനത്തിൽ. അദ്ദേഹത്തിൻ്റെ ഉച്ചാരണ വൈകല്യം പോലും അപ്രസക്തമാകുന്ന ആലാപന ശൈലി. കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്, കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്, കഴുത്തിൽ നിന്നും പൊന്നും ചാർത്തിയ ക്രിസ്ത്യാനി പെണ്ണ്, ൊരു മന്ത്രക്കോടിയിൽ 1000 സ്വർണ്ണ കരകൾ, അവൾ ഞൊടിഞ്ഞൊടുത്തൊരു മന്ത്രക്കോടിയിൽ 1000 സ്വർണ്ണ കരകൾ, അവളുടെ നീലാഞ്ജന മണിയറയിൽ 1000 വെള്ളി തിരികൾ, കെടുത്തട്ടേ നിന്റെ കിടക്കറ വിളക്കു ഞാൻ കെടുത്തട്ടേ, മടിയിൽ കിടത്തട്ടേ, കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്. മറയ്ക്കുന്നവളുടെ മുടിയിൽ 1000 ശോഷണ പൂക്കൾ, അരക്കിട്ടു മറയ്ക്കുന്നവളുടെ മുടിയിൽ 1000 ശോഷണ പൂക്കൾ, അവളുടെ മൃദുമയിലാപാദചൂടം 1000 ചുംബിത കലകൾ, ഉണരട്ടെ നിന്റെ ലജ്ജയെ ഞാനൊന്നു ഉണരട്ടെ, മാറിൽ പടത്തട്ടെ, കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്, കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്. കാലത്തിനനുസരിച്ച് മാറുക, അല്ലെങ്കിൽ കാലത്തോട് ചേർന്ന് നടക്കുക എന്നത് ഒരു വലിയ സിദ്ധി തന്നെയാണ്. പ്രത്യേകിച്ചും സിനിമാ രംഗത്ത് ഈ മിടുക്ക് ഒരു അനിവാര്യതയാണ്. ഹിന്ദി ചലച്ചിത്ര ഗാനരചയിതാവ് ഇന്ദീവറിൻ്റെ കരിയർ ഗ്രാഫ് ഒന്ന് നോക്കണം. 1956 മുതൽ 97 വരെ അദ്ദേഹം വളരെ സജീവമായിരുന്നു. സരസ്വതി ചന്ദ്ര പോലെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങളും കുർബാനി എന്ന ചിത്രത്തിലെ ആപ് ജൈസാ കോയി പോലെയുള്ള പാശ്ചാത്യ ഗാനങ്ങളും അദ്ദേഹം രചിച്ചു. 1971 പുറത്തിറങ്ങിയ സഫർ എന്ന ചിത്രത്തിൽ കല്യാൺജി ആനന്ദ്ജി സംഗീതം ചെയ്ത് അദ്ദേഹം രചിച്ച മനോഹരമായൊരു ഗാനമുണ്ട്, ജിന്ദഗി കാ സഫർ. ഈ ഗാനത്തിൽ ഷർമിള ടാഗോറും രാജേഷ് ഖന്നയുമാണ് അഭിനയിച്ചിരുന്നത്.
ആരാധനയ്ക്ക് ശേഷം അവരുടെ പുറത്തിറങ്ങിയ ഹിറ്റ് സിനിമയായിരുന്നു